ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയിരിക്കെ ആഭ്യന്തരമന്ത്രി അമിത് ഷായെ വെല്ലുവിളിച്ച് ആം ആദ്മി പാർട്ടി കൺവീനർ അരവിന്ദ് കെജ്രിവാൾ. ഡൽഹിയിലെ ചേരി പൊളിച്ചുമാറ്റലുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളും പിൻവലിക്കുകയും കുടിയിറക്കപ്പെട്ടവരെ പുനരധിവസിപ്പിക്കുകയും ചെയ്താൽ ഡൽഹി തെരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കാതിരിക്കാമെന്ന് അരവിന്ദ് കെജ്രിവാൾ വ്യക്തമാക്കി. ചേരി നിവാസികൾക്കെതിരെ എടുത്തിട്ടുള്ള എല്ലാ കേസുകളും പിൻവലിക്കുകയും അവരെ കുടിയിറക്കിയ അതേ ഭൂമിയിൽ എല്ലാവർക്കും നിങ്ങൾ വീട് നൽകുമെന്ന് കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിക്കുകയും ചെയ്താൽ താൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്ന് വെല്ലുവിളിക്കുന്നുവെന്നും അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ ഡൽഹിയിലെ ചേരികൾ പൊളിച്ചു മാറ്റാനാണ് BJPയുടെ ലക്ഷ്യമെന്ന് കെജ്രിവാൾ ആരോപിച്ചു. കെജ്രിവാളിന്റെ ആരോപണം തള്ളിക്കൊണ്ട് കേന്ദ്രമന്ത്രിയും BJP നേതാവുമായ ഹർദീപ് സിംഗ് പുരി രംഗത്തെത്തി. പ്രധാനമന്ത്രി ആവാസ് യോജന പോലുള്ള കേന്ദ്ര സർക്കാർ പദ്ധതികൾ ഡൽഹിയിലെ AAP സർക്കാർ മനഃപൂർവ്വം വൈകിപ്പിച്ചുവെന്ന് അദ്ദേഹം പറഞ്ഞു. 2006 മുതൽ അനധികൃത കോളനികൾ നിയന്ത്രിക്കേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ കടമയാണ്. പക്ഷേ AAP സർക്കാർ സഹകരിച്ചില്ലെന്നും ഡൽഹി സർക്കാർ നിസ്സഹകരണം നടത്തുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. കുടിയിറക്കപ്പെട്ട ചേരി നിവാസികളുടെ പുനരധിവാസം ഇപ്പോഴത്തെ സ്ഥിതിയിലാണ് പോകുന്നതെങ്കിൽ ഇനിയും 1000 വർഷം വേണ്ടിവരും. BJP നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 5 വർഷത്തിനിടെ ചേരി നിവാസികൾക്കായി 4700 ഫ്ളാറ്റുകൾ മാത്രമാണ് നിർമ്മിച്ചത്. 4 ലക്ഷത്തോളം ചേരി കുടുംബങ്ങളാണ് പ്രതിസന്ധിയിലെന്നും കെജ്രിവാൾ പറഞ്ഞു. ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ ചേരി പ്രദേശങ്ങളുടെ ഭൂവിനിയോഗത്തിൽ ഡിസംബർ 27-ന് മാറ്റം വരുത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ അവ പൊളിച്ചുമാറ്റലിനുള്ള വഴിയൊരുക്കാനാണ് ഈ നീക്കമെന്നും കെജ്രിവാൾ ആരോപിച്ചു.